അപ്പോൾ നമുക്കിന്ന് വെറൈറ്റി രീതിയിലുള്ള ഒരു പഴംപൊരി ഉണ്ടാക്കിയല്ലോ. അതിനത് വലിയ പഴമാണ് എടുത്തേക്കണത്. ഒരു പഴമാണ് എടുത്തിട്ടുള്ളൂ, വലുതായതുകൊണ്ട്. അതിനെ കൂട്ടുണ്ടാക്കാൻ ഞാൻ ഒരു മുട്ട ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 സ്പൂണ് പഞ്ചസാര. ഈ മുട്ടയും പഞ്ചസാരയും കൂടി ഒരു വിസ്ക് വെച്ച് ഒന്ന് കലക്കിയെടുക്കുക. സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും മതി, ടേസ്റ്റ് തന്നെ വേണമെന്നില്ല. മുട്ടയും പഞ്ചസാരയും കൂടി മിക്സായിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ ഇത്രയും മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കണം. ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. അതും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം. പഴം കുറച്ചുള്ളത് കൊണ്ടാണ് പൊടിയും പാത്രം ചെറുതെടുത്തേക്കണേ. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സാക്കുക. സ്പെഷ്യൽ പഴംപൊരിയുള്ള ഒരു സ്പൈസി ആയിട്ടാണ് ഇട്ടുകൊണ്ടിരുന്നത്. അതിനകത്തേക്ക് കുറച്ച് ചതച്ച മുളക്, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, മുളക് പൊടി കുറച്ച്, ഒരു പൊട്ട് മല്ലിയിലയും കൂടി ഇടണ്ട കേട്ടോ. വെറൈറ്റി ആയിക്കോട്ടെ. ഇതൊന്നിന് സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്യാം. ഇതുപോലെയാണ് കേട്ടോ ഞാൻ ബാറ്റർ റെഡിയാക്കിയാണ്. സ്പെഷ്യൽ പഴംപൊരി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു കടായി വെച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തേക്കണേ. ഞാൻ വലിയ പഴമായതുകൊണ്ട് ഞാൻ അത് 3 പീസാക്കി കുറച്ചിട്ട് നീളം കുറച്ചെടുത്തു. ചെറുതുകളാക്കിയാണ്. ഓയിൽ ചൂടായിട്ടുണ്ട്. ഞാൻ ബാറ്ററിൽ മുക്കി ഓരോന്ന് ഇട്ട് കൊടുക്കാം. ഒരു വശം മൊരിഞ്ഞിട്ട് മറച്ചിട്ട് കൊടുക്കാം. ആദ്യം ഇട്ട് കൊടുത്തതായിട്ടുണ്ട് കേട്ടോ. ഞാൻ തിരിച്ചിട്ട് കൊടുക്കാണ്. തീ കുറവിലാണ് ഞാൻ ഇട്ടാക്കുന്നത്. സ്പൈസിയായ സ്പെഷ്യൽ പഴംപൊരി വേണ്ട അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അല്ലേ, നിങ്ങൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് മാറ്റി പിടിച്ചുണ്ടാക്കാൻ നല്ലതാണ്. എപ്പോഴും മധുരമായിട്ട് മാത്രം ഉണ്ടാക്കാതെ ഇങ്ങനത്തെ സ്പൈസി ആയിട്ട് ഉണ്ടാക്കിയാൽ നന്നായിരിക്കും. വളരെ രുചികരമായ സ്പൈസി പഴംപൊരി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ലെങ്കിൽ വേഗം ഉണ്ടാക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കുക. എന്നാൽ നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ.